ആരെയാണേ എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? അൽഹംദുലില്ലാ ഇവിടെയും സുഖമായിട്ടിരിക്കണം കേട്ടോ. പിന്നെ വീഡിയോസ് ഒന്നും ചെയ്യാനൊരു മൂഡില്ലടാ, എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ വയനാടിൻ്റെ ഇഷ്യൂ ഇങ്ങനെ നിൽക്കൊണ്ടിട്ടായിരിക്കും കേട്ടോ. എന്താണല്ലേ, ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഇട്ട തുണികളല്ലാണ്ട് എല്ലാം നഷ്ടമായത്. അമ്മ, അച്ഛൻ, കൂടപ്പിറപ്പ്, മക്കൾ, അങ്ങനെ എല്ലാം ഒരു ജന്മം മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തത് മുഴുവനും നഷ്ടമായിപ്പോയത്. പിന്നെ ജീവൻ പോയ ആളുകളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളായിട്ടാണ് കിട്ടിയത് എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക, ഒന്നിനും ഒരു സന്തോഷിക്കാനുള്ളൊരു തോന്നലില്ല കേട്ടോ. നിങ്ങളൊക്കെ സേഫാണെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, നമുക്കെല്ലാവരും ഒരുപോലെ സന്തോഷിച്ചിരിക്കുന്നത് കാണുമ്പോഴല്ലേ നമുക്കിന് ഒരു സമാധാനം കിട്ടുള്ളൂ അല്ലേ. പറയാൻ പോലും എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. നമ്മളെല്ലാം നേരിടേണ്ടവരാണ്, ഇതും നേരിടും. പക്ഷെ എൻ്റെ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്രയും വലിയൊരു കാര്യത്തിലൂടെ കടന്നു പോയിട്ട് എല്ലാത്തിനും കണക്കാക്കിയിട്ട് നമ്മളവിടെ എത്തി ഫുഡ്, ഭക്ഷണം, താമസിക്കാനുള്ള വീട് വെച്ച് കൊടുക്കാനും സ്ഥലം കൊടുക്കാനും ഇങ്ങേയറ്റം കുഞ്ഞു മക്കൾക്ക് അച്ഛനമ്മയെ നഷ്ടപ്പെട്ടു പോയ പൈതങ്ങൾക്ക് മുലപ്പാൽ ഊട്ടാനും കൂടിയ ആളുകളായില്ലേ. എന്താ പറയുക, വേറൊരു നാട്ടിലും ഇതൊന്നും നടക്കൂലടാ. നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. നമ്മളിങ്ങനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ഓരോ നിമിഷവും. ഈ ഒരു നാട്ടിൽ ജീവിക്കാൻ പറ്റിയത് നമുക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ. പിന്നെ വിഷം തൂപ്പുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടാകും. നല്ലതിൽ ഒരു പുഴുക്കത്തായിട്ട് അതൊക്കെ വേണം, എന്നാലേ അതിനൊരു രസം ഉണ്ടാവുള്ളൂ. എന്തായാലും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇനി വേണ്ടത് അവർക്ക് താമസിക്കാനൊരിടമാണല്ലേ, അതുമാകും. നമ്മൾ പഴയതിനേക്കാൾ ഉഷാറായിട്ട് തിരിച്ചു വരും. പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോഴേ കഥകളൊക്കെ പറഞ്ഞു തന്നപ്പോഴേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഉപ്പുമാവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഉപ്പുമാവ് നല്ലൊരു ഉരുളക്കിഴങ്ങ് വരട്ടിയതുമാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് വരട്ടിയതാണ്. നാടൻ ഫുഡിനോട് അല്ലെങ്കിൽ നമുക്കൊരിഷ്ടം കൂടുതലായിരിക്കും. നമ്മൾ എങ്ങനെയൊക്കെ നോൺ വെജ് അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചാലും വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് അതൊരു മുളക് കുത്തിയെടുത്തൊരു ചമ്മന്തി കൂട്ടിയുള്ള ഫുഡാണെങ്കിലും അതിനൊരു പ്രത്യേക ഒരു സ്നേഹവും അതിനൊരു പ്രത്യേക ഒരു രുചി ഉണ്ടാകും. അതൊരുമിച്ച് നമ്മുടെ കൂടെയുള്ളവരോട് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂടെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേകത തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കഥയൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചിന്ത എന്തായിരിക്കും ഉച്ചക്കഴത്തേക്ക്. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ആലോചന തുടങ്ങും, എന്ത് വെക്കണോ എന്ന്. മീൻ കിട്ടുമെന്നുണ്ടെങ്കിൽ മീൻ കറി വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത്. എന്നെപ്പോൾ തന്നെയല്ലേ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്. എനിക്കറിയാം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്കിന്ന് കറിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കുറച്ച് മീനുകളാണ് കേട്ടോ. അതായത് പരവയുണ്ട്, അതുപോലെ തന്നെ നെയ്മീൻ്റെ കുഞ്ഞുണ്ട്, അതുപോലെ തന്നെ അയിലയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പരവയും നെയ്മീൻ്റെ കുഞ്ഞൊന്നും എൻ്റെ ഇക്ക കഴിക്കൂല. അപ്പോൾ ഇക്കാക്കുള്ളതാണ് കേട്ടോ അയില. ഈ പരവയുടെ തല കറി വെച്ച് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഒരു ഭയങ്കര രുചിയുള്ളൊരു സംഭവമാണ്. എനിക്കിത് അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിത് അറിയാൻ തുടങ്ങിയത്. ഇവിടുത്തെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടൊരു കറികളിൽ ഒന്നാണിത്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കിയിട്ടാണ് ഞാനിത് പഠിച്ചത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാമേ. അപ്പോൾ നമ്മുടെ പരവയുടെ തലയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മുട്ടയില്ലേ, മീൻ മുട്ട, അതും കൂടി ഇതുപോലെ കഴുകി ക്ലീൻ ചെയ്തിട്ട് പച്ചമുളക്, സവാളയല്ല, പച്ചമുളകും ഉള്ളിയും കുനുകുനാ നിറഞ്ഞ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വെള്ളം ഒഴിക്കാണ്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് കഴിയുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ് കേട്ടോ. വെറുതെ കഴിക്കാനൊക്കെ നല്ല രസമാണ്. കപ്പ ഉണ്ടെങ്കിൽ കപ്പ പുഴുങ്ങി വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഇതും കൂടെ കോരി വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാം അറിയാനാണ് കേട്ടോ. ആമസോണിൽ ഇപ്പോൾ ഒരുപാട് നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് പൈസയൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മാമഅർത്ത് എന്ന ബ്രാൻഡിൻ്റെ ബീറ്റ്റൂട്ട് ഡെയിലി ഗ്ലോ ഫേസ് ക്രീമാണ് കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല ഹൈഡ്രേറ്റഡ് പിങ്ക് ഗ്ലോ ഒക്കെ തരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമാണ്. ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതായി തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തരുന്നത്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
അടുത്തത് നമ്മളൊരു ക്രീമാണ് കേട്ടോ, ലാക്മേയുടെ പീച്ച് മിൽക്ക് ക്രീമാണ്. ഇത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആകാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സിൽക്കി ആയിട്ട് ടെക്സ്ചറിൽ വരുന്ന അടിപൊളിയായിട്ടൊരു ക്രീമാണ്. ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ, സാലിസിലിക് ആസിഡിൻ്റെ മിനിമലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് നല്ലതാണ്, ഫേസിൻ്റെ ആ ഒരു ഇതൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ടുള്ള സ്കിന്നാക്കി വെക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. അടുത്തത് വന്നിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ മിനിമലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീമാണ്. ഇത് നല്ലൊരു ഇതാണ്, വൈറ്റമിൻ സി, വൈറ്റമിൻ B5+ വൈറ്റമിൻ എഫ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് റേറ്റ് കുറവായ സമയത്ത് നോക്കി വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലിങ്കിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പരവയുടെ തലയുടെയൊക്കെ കറിയൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു പച്ചക്കറി ഇല്ലാണ്ട് ചോറ് നല്ലൊരു മടിയായിരിക്കും അല്ലേ. അപ്പോൾ ഒരു പച്ചക്കറി റെഡിയാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്കയൊക്കെ എടുത്തിട്ടുണ്ട്. ആ സമയമായപ്പോഴേക്കും നമ്മുടെ ആ ഒരു തലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ചൂടത്ത് അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് താളിക്കണം. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു താളിപ്പാണ്. കടുക് പൊട്ടിക്കുക, അതിനകത്തേക്ക് സവാളയും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് അൽച്ചമുളകും മഞ്ഞൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുന്നത് പോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ വെക്കാൻ എളുപ്പമാണ്, അതുവാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇനി വേറൊന്നുമില്ല, കറി ഒന്ന് താളിക്കണം. അപ്പോൾ തേങ്ങ അരച്ച് വെച്ച കറിയാണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. അത് ഓൾറെഡി നമ്മൾ എപ്പോഴും കാണിക്കാറുള്ളതാണ്, കാണിച്ചു തരാത്ത കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞു, കറിയും കൂടെ താളിച്ച് കഴിഞ്ഞപ്പോഴേക്കും പണി കഴിഞ്ഞു. ഇനി ഫ്രൈ ചെയ്യാനുള്ള ആ മീനും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു പരവയും നെയ്മീനും അതൊക്കെയാണ് കേട്ടോ പൊരിക്കാനെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് പിള്ളേർ കഴിക്കുന്നതായത് കൊണ്ട് തന്നെ മഞ്ഞളും കുരുമുളകും അധികം ഇട്ടിട്ട് ഉപ്പും പിന്നെ മുളക് പൊടി ചേർക്കാണ്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്താ പറയുക, അപ്പോൾ സമയമൊക്കെ വൈകിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നും ഭക്ഷണം കഴിക്കട്ടെ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടി മറക്കരുതേ. അപ്പോൾ എന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം, സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം മാരി ഫ്രം മാരി 7. താങ്ക് യു ഡിയേഴ്സ്.